ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ 5 പാവങ്ങൾ എന്ന അധ്യായം ചൈതന്യ ചരിതം ആദിലീല 7-ാം അധ്യായത്തിലെ 145-ാമത്തെ ശ്ലോകമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ച തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ പ്രാർത്ഥനയോടെ തുടങ്ങാം. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ, ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ, ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ. ശ്ലോകം 145. പ്രേമാഹൈത്തെ കൃഷ്ണഹയ നിജ ഭക്തവശ, പ്രേമാഹൈത്തെ പായ കൃഷ്ണേര സേവാ സുഗരസ. പ്രേമാഹൈത്തെ കൃഷ്ണഹയ നിജ ഭക്തവശ, പ്രേമാഹൈത്തെ പായ കൃഷ്ണേര സേവാ സുഗരസ. പ്രേമാഹൈത്തെ കൃഷ്ണഹയ നിജ ഭക്തവശ, പ്രേമാഹൈത്തെ പായ കൃഷ്ണേര സേവാ സുഗരസ. ശബ്ദാർത്ഥം: പ്രേമാഹൈത്തെ പ്രേമത്തിലൂടെ, കൃഷ്ണ കൃഷ്ണൻ, ഹയ ആയി തീരുക, നിജ സ്വന്തം, ഭക്തവശ ഭക്തന് കീഴടങ്ങുക, പ്രേമ കൃഷ്ണപ്രേമം, ഹൈത്തെ ആകുന്നു, പായ ലഭിക്കുന്നു, കൃഷ്ണേര കൃഷ്ണന്റെ, സേവ സുഖരസ ഭക്തിയുത സേവന സുഖരസം. വിവർത്തനം ഭാവാർത്ഥം: കൃഷ്ണ കൃപാമൂർത്തി ശ്രീ ശ്രീമദ് അഭയചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് ശ്രീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം: ഭക്തിയുത സേവനത്തിന്റെ ബലത്താൽ പരമോന്നതനായ ഭഗവാൻ തന്റെ ഏറ്റവും നിസ്സാരനായ ഭക്തനു പോലും വിധേയനാകുന്നു എന്നതാണ് ഭക്തിയുടെ മനോഹാരിതയും ശ്രേഷ്ഠതയും. ഈ ഭക്തിയുത സേവനം മൂലം അനന്തനായ ഭഗവാൻ ഭക്തിയുള്ള ഒരു അണുതുല്യനായ ജീവാത്മാവിന് വശംവദനായി തീരുന്നു. അങ്ങനെ ഭഗവാനുമായുള്ള ഭക്തി നിർഭരമായ വിസ്മയങ്ങളിലൂടെ ആ ഭക്തൻ പ്രത്യക്ഷത്തിൽ അതീന്ദ്രിയ പ്രേമരസങ്ങൾ ആസ്വദിക്കുന്നു. ഭാവാർത്ഥം: ഒരു ഭക്തൻ ഭഗവാനുമായി ഐക്യം പ്രാപിക്കുന്നതിന് ഒട്ടുമേ പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. മുക്തി സ്വയം മുകുലിതാഞ്ജലി സേവേ തസ്മാൻ. ശ്രീകൃഷ്ണ കർണാമൃതം 107. ഒരു ഭക്തനിൽ പ്രേമഭക്തി വികസിക്കുമ്പോൾ മുക്തി അവന് വിധേയമാവുകയും അപ്രധാനമായി അനുഭവപ്പെടുകയും ചെയ്യുന്നുവെന്ന് ശ്രീല വില്ലമംഗല ഠാക്കൂർ തന്റെ യഥാർത്ഥ അനുഭവത്തിൽ നിന്ന് വ്യക്തമാക്കുന്നു. മുക്തി ഭക്തന് മുന്നിൽ വിനമ്രയായി എല്ലാ സേവനവും നൽകുവാൻ സന്നദ്ധയായി നിൽക്കുന്നു. മായാവാദി താത്വികന്മാർ കാക്ഷിക്കുന്ന മോക്ഷ നിലവാരം ഒരു ഭക്തനെ സംബന്ധിച്ച് തുലോം തുച്ഛമാണ്. എന്തുകൊണ്ടെന്നാൽ ഭക്തിയുത സേവനത്താൽ പരമപുരുഷനായ ഭഗവാൻ സ്വയം ഭക്തന് വിധേയനായി തീരുന്നു. പ്രായോഗിക ഉദാഹരണമായി ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന്റെ തേരാളിയാകുകയും കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഇരു സൈന്യങ്ങളുടെയും മധ്യത്തിൽ രഥം നിർത്തുവാൻ അർജുൻ ആജ്ഞാപിച്ചപ്പോൾ സേനയോർ ഉഭയോർ മധ്യേ രഥം സ്ഥാപയമേച്യുത, ഭഗവാൻ അത് അനുസരിക്കുകയും ചെയ്തു. ഭഗവാനും തന്റെ ഭക്തനും തമ്മിലുള്ള ബന്ധം ദിവ്യവും സുമധുരവും അത്രേ. ഭഗവാൻ ശ്രേഷ്ഠനാണെങ്കിലും ഒരു നിസ്സാരനായ ഭക്തന്റെ അഹൈതുകമായ ഭക്തിയുത സേവനത്തിന്റെ പേരിൽ അവനെ സേവിക്കുവാൻ ഭഗവാൻ സർവദാ സന്നദ്ധനാണ്. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ ഗദാമഹ്യം ദദാന്തിശ്ച പദാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുത പദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹനഗണനാഥാം വിദന്തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീ രാധാകൃഷ്ണ പാദാൻ സഹനഗണാൻ ശ്രീലാവിശാഖാൻ വിതാംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇത് നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നത്
ശ്രീചൈതന്യ ചരിതാമൃതത്തിലെ ആദിലീലയിലെ 7ാമത്തെ അധ്യായം ശ്രീചൈതന്യ മഹാപ്രഭുവിന്റെ 5 ഭാവങ്ങളിൽ എന്ന അധ്യായത്തിലെ 146ാമത്തെ ശ്ലോകമാണ്. അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും എങ്ങനെയാണ് ഇവിടെ ശ്രീചൈതന്യ മഹാപ്രഭു മായാവതി സന്യാസിമാരെ പരിശുദ്ധ ഭക്തിയാണ് ഏറ്റവും ഉത്തമം ഉള്ള കാര്യത്തിലോട്ടും ഭക്തിയുത സേവനമാണ് ഏറ്റവും ഉയർന്ന ഭക്തി ഉള്ള കാര്യം മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് പല പല ഉത്തരങ്ങൾ ഇവിടെ ചൈതന്യ മഹാപ്രഭു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞ ഒരു 2-3 ശ്ലോകം കഴിയുമ്പോൾ ആ സന്യാസിവര്യന്മാരൊക്കെ പ്രകാശാനന്ദ സരസ്വതിയും അദ്ദേഹത്തിന്റെ അനുയായികളായിട്ടുള്ള സന്യാസിവര്യന്മാരൊക്കെ ഭഗവാനെ ശരണം പ്രാപിക്കുകയും ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു അധ്യായം എന്ന് പറയുന്നത് നമുക്ക് എന്തുകൊണ്ട് തന്നെയാണ് ഭക്തി യുത സേവനം തന്നെയാണ് ഏറ്റവും ഉത്തമം എന്നുള്ള കാര്യം ഇവിടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പൊ നമുക്കറിയാം ഭഗവത്ഗീതയെ തന്നെ ഭഗവാൻ പറയുന്നുണ്ട് ഭക്തിയാമാം അഭിജാനാതി, ഭക്തിയിലൂടെ മാത്രമാണ് എന്നെ അറിയാൻ സാധിക്കുക എന്ന കാര്യം. അപ്പം 6-ാം അധ്യായത്തിലെ 40ാമത്തെ ശ്ലോകം വളരെ പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകമാണ്. അപ്പൊ അതിലും പറയുന്നുണ്ട് യോഗിനാം അഭി സർവേഷാം മദ്ഗതേരന്തരാത്മന ശ്രദ്ധയാം ഭജതയോമാം സമയയുക്തതമോമത. യോഗിനാം അഭി സർവേഷാം, ഏറ്റവും ഉയർന്ന യോഗി എന്ന് പറയുന്നത് ആരാണ്? മദ്ഗതേരന്തരാത്മ, ആരാണോ എന്നെ പറ്റി ഇപ്പോൾ ഓർക്കുന്നത്, ശ്രദ്ധാൻ ഭജതയോ, ആരാണോ എന്നെ ഭജിക്കുന്നത്, സമയയുക്തതമോമത, അദ്ദേഹത്തിന് തുല്യം വേറെ ആരും ഇല്ല. അപ്പൊ ഏറ്റവും ഉയർന്ന യോഗി എന്ന് പറയുന്നത് ഭക്തി യോഗിയാണുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ടും ഭഗവാൻ കൃഷ്ണൻ തന്നെ ഭഗവത്ഗീതയിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നാലും അറിയാം, നമുക്ക് കാലക്രമേണ ആൾക്കാർ പലപ്പോഴും ഈ ഒരു പരമ്പര നമുക്കറിയാം, ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീത ഉപദേശിച്ച ശേഷം, അർജുന ഉപദേശിച്ച ശേഷവും പിന്നെ കാലങ്ങൾ വന്ന സമയത്ത് ചൈതന്യ മഹാപ്രഭുയുടെ അവതാരത്തിന് ശേഷമാണ് പിന്നെയും ഈ ഭക്തി പ്രസ്ഥാനം മുന്നോട്ട് വന്നത്. കാരണം നമുക്കറിയാം ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത് എന്താണ്? എല്ലാ ധർമ്മങ്ങളെയും ത്യാഗം ചെയ്ത് ഭഗവാനെ എന്ത് ചെയ്യാം, ശരണം പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ അപ്പൊ എങ്ങനെ ശരണം പ്രാപിക്കണം എന്നുള്ള കാര്യങ്ങളാണ് അല്ലെ. ഭഗവത്ഗീത എവിടെ അവസാനിക്കുന്നോ അവിടെയാണ് ശ്രീമദ് ഭാഗവതം തുടങ്ങുന്നത് അല്ലെ. അപ്പം ശ്രീമദ് ഭാഗവതത്തിൽ എന്താണ് പറയുന്നത്? അതിലും ധർമ്മ പ്രോചിത കൈർപത്രോ പരമ നിർവത്സരാനാം സദാം അല്ലെ. അതില് ബാക്കി എല്ലാ തരത്തിലെയും ചതിക്കുന്ന തരത്തിലുള്ള എല്ലാ റിലീജിയൻസിനെ ഒക്കെ അതിനെ മാറ്റി പറഞ്ഞ് പരിശുദ്ധ ഭക്തിയെ പറ്റി മാത്രമാണ് അതിൽ ചർച്ച ചെയ്യുന്നത്. അപ്പൊ അതിലും എന്ത് പറയുന്നു? അതിൽ അവസാനം പറയുന്നത് എന്താണ്? നമ്മള് ശ്രീമദ് ഭാഗവതം എടുത്താൽ അതിൽ അവസാനമായിട്ട് പറയുന്നത് പരിശുദ്ധ ഭക്തി നേടാൻ എങ്ങനെയാണ്? ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിച്ചുകൊണ്ടാണ് നമുക്ക് ഭഗവാന്റെ പരിശുദ്ധ ഭക്തി നേടാൻ സാധിക്കുന്നത്. 12ാം സ്കന്ധത്തിൽ അത് എൻഡ് ആവുന്നുണ്ട്. അവിടെ വീണ്ടും ചൈതന്യ ചരിതാമൃതത്തിൽ പോയി കഴിഞ്ഞാൽ എഗെയിൻ അത് ചൈതന്യ മഹാപ്രഭു അതിന് വീണ്ടും അതിനെന്ത് ചെയ്യുന്നു? ആ ഭഗവാന്റെ പരിശുദ്ധ ഭക്തി എങ്ങനെ ഭഗവാനും ഭഗവാന്റെ ഭക്തന്മാരെയും സേവനം ചെയ്തുകൊണ്ട് നമുക്ക് ആ പരിശുദ്ധ ഭക്തി വളർത്തിയെടുക്കാം, ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിച്ചുകൊണ്ട് ഒരു വ്യക്തിക്ക് ആ പരിശുദ്ധ ഭക്തി എങ്ങനെ എടുക്കാം എന്നുള്ള കാര്യങ്ങളെ പറ്റി അതിന്റെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് വളരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് ഭഗവത്ഗീത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയും ശ്രീചൈതന്യ ചരിതാമൃതം എന്ന് പറയുന്നത് ഒരു PhD പോലെയാണ് ഉള്ള കാര്യം നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ ഒരു നമ്മൾ ഭഗവത്ഗീത ഒരു ഫൗണ്ടേഷണൽ സ്റ്റഡി അല്ലെങ്കിൽ ശ്രീമദ് ഭാഗവതത്തിന് നമ്മളൊരു ഗ്രാജുവേറ്റ് സ്റ്റഡി അല്ലെങ്കിൽ ചൈതന്യ ചരിതാമൃതത്തിന് പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റഡി എന്ന രീതിയിൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ എന്താണ് ഭഗവാന്റെ വാക്യങ്ങളെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അല്ലെ. ഭഗവാന്റെ വാക്യങ്ങൾ അല്ലെ. അപ്പൊ അതില് ഭാഗവത്തിലാകട്ടെ നമ്മൾ എന്താ ചർച്ച ചെയ്യപ്പെടുന്നത്? ഭഗവാന്റെ ഭക്തന്മാരുടെയും ലീലകളെ പറ്റിയാണ് അല്ലെ ചർച്ച ചെയ്യപ്പെടുന്നത്. പിന്നെ ചൈതന്യ ചരിതാമൃതത്തിലാകട്ടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ്? നമ്മൾ ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് ഭക്തിയുത സേവനം പരിശീലിക്കണം, അതിന്റെ ആ പ്രോസസ്സ് എങ്ങനെയാണുള്ള കാര്യങ്ങളെ പറ്റിയാണ്. അപ്പൊ ഒന്നില് ഭഗവാന്റെ വാക്യങ്ങൾ, ഒന്നില് ഭഗവാന്റെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പാസ്റ്റ് ടൈംസും, ഇന്നൊന്നിൽ ഭഗവാന്റെ മനസ്സിനെ പറ്റി ഭഗവാന്റെ മനസ്സിനെ എങ്ങനെ അറിയാൻ സാധിക്കും, അതാണ് മൈൻഡ് ഓഫ് കൃഷ്ണ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. അപ്പം ഭഗവത്ഗീത തുടങ്ങുന്നത് ഇങ്ങനെയാണ്, നമ്മൾ ശരീരമല്ല നമ്മൾ ആത്മാവാണ് ഉള്ള ആ തത്വം പറഞ്ഞുകൊണ്ട് അല്ലെ. ദേഹിനോസ്മിൻ യഥാ ദേഹേ എന്ന ശ്ലോകം വെച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത് ഭഗവത്ഗീത. ആ ഭഗവത്ഗീത അവസാനിക്കുന്നത് സർവ്വധർമാൻ പരിത്യജ എന്നെ ശരണം പ്രാപിക്കൂ 18ാം അധ്യായത്തിലെ 60ാമത്തെ ശ്ലോകം വെച്ചാണ് എൻ്റെ ആവുന്നത്. ആ എവിടെയാണോ ഭഗവത്ഗീത അവസാനിക്കുന്നത് അവിടെയാണ് ശ്രീമദ് ഭാഗവതം തുടങ്ങുന്നത് എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അപ്പൊ അതിൽ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ തരത്തിലുള്ള ചീറ്റിംഗ് റിലീജിയൻ അല്ലെ, നമ്മൾ പബ്ലിക് ചെയ്യപ്പെടുന്ന റിലീജിയനെ മാറ്റിവെച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഭഗവത് ഭക്തിയിലോട്ട് നമ്മൾ എടുക്കണം എന്നുള്ള കാര്യം, അതാണ് എല്ലാത്തിന്റെയും സാരം എന്നുള്ള കാര്യമാണ് അതിൽ പറയുന്നത്. അപ്പം അതിലും ആ ഭാഗവതം എവിടെ എൻഡ് ചെയ്യുന്നത് എന്താണ്? അതിൽ പറയുന്നത് ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കുന്നതാണ് എല്ലാ തരത്തിലുള്ള പാപങ്ങളിൽ നിന്നും നമുക്ക് മോക്ഷം നേടാനുള്ള ഒരേ ഒരു അവസരം, ഒരു വഴി എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പൊ എവിടെയാണോ ശ്രീമദ് ഭാഗവതം അവസാനിക്കുന്നത് അവിടെയാണ് നമുക്ക്
ചൈതന്യ ചരിതാമൃതം തുടങ്ങുന്നത്. അപ്പൊ അതിലും ഭഗവാൻ പറയുന്നുണ്ട്, ഞാൻ എന്ത് പറയുന്നു, ഞാൻ അവതരിക്കും, നവദ്വീപിൽ അവതരിച്ച് ഈ തിരുനാമങ്ങൾ അല്ലെ ഞാൻ തന്നെ അത് ജപിച്ച് പ്രചരിപ്പിക്കും എന്നുള്ള രീതിയിൽ ചൈതന്യ ചരിതാമൃതത്തിലെ ശ്ലോകത്തിൽ പറയുന്നു. പിന്നെ അതുപോലെ തന്നെ ചൈതന്യ ചരിതാമൃതം അവസാനിക്കുന്നത് എങ്ങനെയാണ്? അതിൽ പറയുന്നത് എന്താണ്? അതായത് ചൈതന്യ മഹാപ്രഭു ചെയ്ത കാര്യം എന്താണ്? അവസാനം അദ്ദേഹം തിരുനാമങ്ങൾ ജപിക്കുകയും ഭഗവാന്റെ പരിശുദ്ധ ഭക്തിയിൽ ഇല്ലേ 24 മണിക്കൂറും അതിൽ പൂർണ്ണമായിട്ടും നിമഗ്നനാവുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ രീതിയിൽ നമുക്ക് അതിനെ കോറിലേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ഒരു ഭാഗ്യമാണ് ഈ ചൈതന്യ ചരിതാമൃതം എന്ന ഗ്രന്ഥം. ഇത്ര ഒരു ഉയർന്ന ഒരു ഗ്രന്ഥത്തിനെ പറ്റിയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ആക്ച്വലി വന്നിട്ട്. അപ്പൊ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ യാതൊരു യോഗ്യത എനിക്കും ഇല്ല. പക്ഷെ എന്നാലും ഇത് നമ്മുടെ അതോറിറ്റീസ് പറഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ ശീല പ്രഭുപാദിന്റെ ഭാവാർത്ഥത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാതെ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാനോ ഇതൊക്കെ ഒന്നും ഒരു യോഗ്യതയുമില്ല. ഇത് ഗുരുപരമ്പരയുടെയും അവരുടെ കാരുണ്യവും അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ശ്ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇന്നത്തെ ശ്ലോകത്തിൽ ഇവിടെ പറയുന്നു വളരെ വ്യക്തമായിട്ട് അല്ലേ, ഇത് വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ശ്ലോകമാണ്. എന്താണ് പറയുന്നത്? പ്രേമാഹൈത്തെ കൃഷ്ണഹയ നിജഭക്ത വശ പ്രേമാഹൈത്തെ പായ കൃഷ്ണേര സേവാ സുഖരസ. ഇതിൽ പറയുന്നു, ഭക്തിയുത സേവനത്തിന്റെ ബലത്താൽ പരമോന്നതനായ ഭഗവാൻ തന്റെ ഏറ്റവും നിസ്സാരനായ ഭക്തന് പോലും വിധേയനാകുന്നു എന്നാണ് ഭക്തിയുടെ മനോഹാരിത ശ്രേഷ്ഠത. അപ്പൊ ഭക്തിയുടെ ഏറ്റവും മനോഹാരിത എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും എല്ലാത്തിനും കാരണമായിട്ടുള്ള ഭഗവാൻ, സർവ്വകാരണമായിട്ടുള്ള ഭഗവാൻ തന്നെ ഒരു ഭക്തന് സേവിക്കാൻ തയ്യാറാവുന്നുള്ള കാര്യമാണ് ഭക്തിയുടെ മനോഹാരിത അല്ലെ. നമ്മൾ സാധാരണ രീതിയിൽ അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. ഒരു വലിയൊരു ലോകത്തിന്റെ ഒരു അധിപതി അല്ലെങ്കിൽ പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ വന്ന ഒരു സാധാരണ ഒരു വ്യക്തിയെ അല്ലെ, ഒരു സേവനം ചെയ്ത വ്യക്തി അദ്ദേഹം സേവനം ചെയ്യാൻ തയ്യാറാകും ഇല്ല. പക്ഷെ ഇതാണ് ഭഗവാന്റെ ഭക്തിയുടെ ഏറ്റവും മനോഹാരിത, ഭഗവാന്റെ വൈശിഷ്ട്യവും അതാണ്, ശ്രേഷ്ഠത അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഈ ഭക്തിയുടെ സേവനം മൂലം അനന്തമായ ഭഗവാൻ ഭക്തിയുള്ള ഒരു അനുതുല്യനായ ജീവാത്മാവിന് വശമതനായി തീരുന്നു. അപ്പോൾ ഭക്തി കൊണ്ട് ഭഗവാൻ തന്നെ കീഴടക്കപ്പെടാൻ അല്ലെ. അതുകൊണ്ടാണ് നവദാക്ഷത്തിൽ പറയുന്നതാണ് ത്വദീയേഷു തജ്ഞേഷു ഭക്തിർജിതത്വം അല്ലെ. അപ്പൊ ഭക്തൻ ഒരു ഭഗവാനെ തോൽപ്പിക്കുന്ന ഭക്തി കൊണ്ടാണ് ആക്ച്വലി അല്ലെ. നമുക്ക് ഒരിക്കലും നമ്മുടെ കഴിവ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ശക്തി കൊണ്ടോ ബുദ്ധി കൊണ്ടോ ഭഗവാനെ കീഴ്പ്പെടുത്താൻ സാധിക്കില്ല. പക്ഷെ ഭഗവാൻ ഒരു ഭക്തന്റെ ആത്മാർത്ഥമായിട്ടുള്ള ഭക്തി കാരണം അദ്ദേഹം അവിടെ ആക്ച്വലി അദ്ദേഹം തോറ്റുപോവാണ് ചെയ്യുന്നത്. അങ്ങനെ ഭഗവാനുമായുള്ള ഭക്തി നിർഭരമായ വിസ്മയങ്ങളിലൂടെ ആ ഭക്തൻ പ്രത്യക്ഷത്തിൽ അതീന്ദ്രിയ പ്രേമരസങ്ങൾ ആസ്വദിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു അതീന്ദ്രിയമായിട്ടുള്ള ആ ഒരു ട്രാൻസ്ജെൻഡർ റിലേഷൻഷിപ്പിൽ ഭഗവാനും ഭക്തനും തമ്മിലുള്ള ആ ഒരു രസം അവിടെ ആസ്വാദനം നടക്കുകയാണ് ചെയ്യുന്നതെന്നാണ് ഇതിൽ പറയുന്നത്. അപ്പൊ നമുക്ക് അറിയാൻ സാധിക്കും ഭക്തി അല്ലെ. അപ്പൊ ഭക്തി എന്ന് പറയുന്നത് അത്ര ഉയർന്ന ഒരു കാര്യം തന്നെയാണ്. പരിശുദ്ധ ഭക്തി കൊണ്ട് മാത്രമാണ് ഒരു വ്യക്തിക്ക് ഭഗവാനെ പൂർണ്ണമായിട്ട് അറിയാൻ സാധിക്കുക അല്ലെ. പരിശുദ്ധ ഭക്തി അല്ലെ. അതുകൊണ്ടാണ് പരിശുദ്ധ ഭക്തി നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നമ്മള് ഭക്തി രസാമൃത സിന്ധുവിൽ പറയുന്നുണ്ട് അല്ലെ, പരിശുദ്ധ ഭക്തി ഭഗവാനെ കൂടി അട്രാക്ട് ചെയ്യുമെന്നാണ് പറയുന്നത്, ആകർഷിക്കുന്നതാണ് അതിൽ പറയുന്നത്. അതാണ് പരിശുദ്ധ ഭക്തിയുടെ പ്രത്യേകത. കാരണം പരിശുദ്ധ ഭക്തിയിൽ ഒരു വ്യക്തി ഒന്നും പ്രതീക്ഷിക്കാതെ ഭഗവാനെ സേവനം ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ. ബാക്കിയുള്ള യോഗ പദ്ധതികളാകട്ടെ നമുക്ക് എന്തെങ്കിലും നേടണം എന്നുള്ള ആഗ്രഹത്തോടെ നമ്മൾ ചെയ്യുന്നത്. പക്ഷെ പരിശുദ്ധ ഭക്തിയിൽ നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെ ഭഗവാന്റെ സന്തോഷത്തിന് മാത്രം നോക്കിക്കൊണ്ട് നമ്മൾ സേവനം ചെയ്യുന്നതാണ് പരിശുദ്ധ ഭക്തി. അപ്പൊ അങ്ങനെയുള്ള പരിശുദ്ധ ഭക്തന്മാർക്ക് ഭഗവാൻ തന്നെ അദ്ദേഹത്തെ സേവനായിട്ട് വരികയും ചെയ്യും, ഭഗവാന് സേവനം ചെയ്യുകയും ചെയ്യുന്നതാണ് ഇവിടെ പറയുന്നത്. അപ്പം അതുകൊണ്ട് ഇവിടെ ഭാവാർത്ഥത്തിൽ ശീലപ്രഭുപാദ് ഇവിടെ വളരെ വ്യക്തമായിട്ട് നമുക്കൊരു കാര്യം പറഞ്ഞു തരാണ് അല്ലെ. ഇവിടെ മായാവാദി സന്യാസികൾ ആഗ്രഹിക്കുന്ന എന്താണ്? ഭഗവാനായിട്ട് ഒന്നിക്കണം, എനിക്ക് ഭഗവാനായിട്ട് ഒന്നാകണം എന്നാണ് ചിന്തിക്കുന്നത്. പക്ഷെ അതേ സമയത്ത് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും, ഇവിടെ ഒരു ഭക്തന് ഭഗവാനായിട്ട് നമ്മൾ നോക്കാം, ഭഗവാനായിട്ട് ഒന്നാവണമെന്ന് ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ ഭഗവത് ധാമത്തിലോട്ട് പോകണമെന്നുകൂടി ആക്ച്വലി ഒരു പരിശുദ്ധ ഭക്തൻ ആഗ്രഹിക്കുന്നില്ല. ഏതൊരു അവസ്ഥയിലായാലും ഞാൻ അങ്ങേ സേവനം ചെയ്യണം. അതാണ് ഭക്തിവിനോദ് ഠാക്കൂർ പറയുന്നത്, കീട ജന്മ ഹോയ തുയാരദാസ്. ഒരു നമ്മൾ ഒരു കീടമായിട്ട് ജനിച്ചാൽ കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഭക്തൻ ഗൃഹത്തിൽ എനിക്ക് ജനിച്ചാൽ അദ്ദേഹം പ്രാർത്ഥിക്കുന്നു, എനിക്ക് ഒരു കീടജന്മമായിട്ട് ജനിച്ചാലും കുഴപ്പമില്ല, ഞാൻ ഭഗവാന്റെ ദാസനായിരിക്കണം, ഒരു ഭക്തന്റെ ഗൃഹത്തിൽ ജനിച്ചാൽ മതി എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അപ്പൊ അതാണ് ഭക്തിയുടെ ഉയർന്ന തലം. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്നത് നമ്മൾ ഭഗവത് ധാമത്തിലോട്ട് പോകണം എന്നായിക്കാണ്. പക്ഷെ ശരിക്കുമുള്ള ഭക്തി എന്ന് പറയുന്നത് എന്താണ്? ഒരു ആഗ്രഹം നമുക്കില്ല, എന്താണോ ഭഗവാന്റെ ഇച്ഛ അത് നടക്കട്ടെ എന്നുള്ളതാണ് ഒരു റിയൽ ആയിട്ടുള്ള ഒരു ഭക്തൻ ആഗ്രഹിക്കുന്നത്. അതാണ് പരിശുദ്ധ ഭക്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ഒരു ഭക്തൻ റിയലി ഒരു പരിശുദ്ധ ഭക്തൻ ചിന്തിക്കേണ്ടത്. കാരണം അദ്ദേഹം ഒന്നും പ്രതീക്ഷിക്കാതെ ഭഗവാനെ സേവനം ചെയ്യുക അല്ലെ. ഹൈതുകി അപ്രതിഹത ആണ് പറഞ്ഞത്. അതാണ് സവേ പുംസം പരോധർമ്മ യഥോ ഭക്തി അധോക്ഷജെ ഹൈതുകി അപ്രതിഹത ആത്മാ സുപ്രസീദതി.
അപ്പോൾ എന്താണ് റിയൽ ആയിട്ടുള്ള പരോധർമ്മം എന്ന് പറയുന്നത്? എന്താണ്? യഥോ ഭക്തി രഥോക്ഷജ. ആ ഭഗവാന് ഉള്ള പരിശുദ്ധ ഭക്തിയാണ് യഥാർത്ഥ ധർമ്മം, അല്ലെ? ഒരു പരോധർമ്മം എന്നുള്ള കാര്യമാണ്. അപ്പൊ അഹേതുകി അപ്രതിഹത. അഹേതുകി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്താ അഹേതുകി, ഒരു കാരണവുമില്ലാതെ നമ്മൾ ഭഗവാനെ സേവനം ചെയ്യുക. അപ്രതിഹത, ഒരു എന്താ തുടർച്ചയായിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. ഒരിക്കലും ഇടയ്ക്ക് വെച്ച് നിർത്തുക, അങ്ങനെ ഇല്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അൺമോട്ടിവേറ്റഡ്, ഒരു 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 പ്രതീക്ഷയില്ല, നമ്മളൊരു പ്രതീക്ഷ കൂടി ഇല്ലാതെ, എന്തെങ്കിലും കാര്യത്തിനോട് പ്രതീക്ഷിച്ചുകൊണ്ടല്ല, പ്രതീക്ഷ ഇല്ലാതെ നമ്മൾ എന്താണ് അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട്, അല്ലെ, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അതിന് ഒരു തടസ്സം കൂടാതെ നമ്മൾ ചെയ്യുന്ന ഭക്തിയാണ് പരിശുദ്ധ ഭക്തി എന്ന് ശ്രീമദ് ഭാഗവതവും പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്? അപ്പൊ ഈവൻ ഇവിടെ ബില്ലോമംഗല ഠാക്കൂർ പറയുന്നു, മുക്തി സ്വയം മുകുന്ദാഞ്ജലി എന്ന് പറയുന്നത്. അപ്പൊ അതിലെന്താണ് മുക്തി എന്ന് പറയുന്നത്? ഒരു ഭക്തന് ജസ്റ്റ് ഭക്തന്റെ കാൽകൾ വന്ന് നിൽക്കും, അഭയം പ്രാപിക്കുന്നതാണ് പറയുന്നത്. കാരണം എന്താണ്? ഒരു ഭക്തനെ അപേക്ഷിച്ച് ഭക്തിക്ക് പിന്നാലെ പോകുമ്പോൾ മുക്തി എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു എന്താണ് ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുകയാണ്, അല്ലെ? നമ്മളൊരു കടയിൽ പോയി ഒരു സാധനം വാങ്ങുന്ന സമയത്ത് നമ്മളൊരു മെയിൻ സാധനം വാങ്ങുമ്പോൾ അതിനോട് ഫ്രീ ആയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു സാധനം കിട്ടും. അപ്പൊ ആ ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനം പോലെയാണ് ഈ മുക്തി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അതാണ് ആചാര്യന്മാർ പറയുന്നത്. അപ്പൊ ഒരു ഭക്തൻ ഒരിക്കലും മുക്തിയെ പറ്റി ചിന്തിക്കുന്നില്ല. അതേ എന്താണ് ഭക്തി, ഞാൻ എങ്ങനെ ഭഗവാനെ സേവനം ചെയ്യണം, എങ്ങനെ ഭഗവാനെ സന്തോഷപ്പെടുത്തുന്ന ഒരു ചിന്ത മാത്രമാണ് ഒരു വ്യക്തി ചിന്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു മുക്തി തന്നെ ഒരു ഭക്തന്റെ കാൽക്കീഴിൽ വന്ന് സേവനം ചെയ്യാൻ തയ്യാറാകുന്നതാണ് ഇവിടെ വില്ലോങ്കൽ ഠാക്കൂർ പറയുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കണം, അപ്പൊ നമ്മൾ ഭക്തി സേവനം ചെയ്യുന്ന എത്രത്തോളം ഉയർന്നതാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് എന്നെന്നും നമ്മൾ ചെയ്യുന്ന ഭക്തി, നമുക്ക് ചിലപ്പം ഭക്തി സേവനത്തിൽ വരുന്ന സമയത്ത് ഇത് വലിയൊരു കാര്യമായിട്ട് തോന്നും. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് ആ ഫെമിലിയാരിറ്റി കാരണം, അല്ലെ, നമ്മൾ എന്നെന്നും കാണുന്നത് ഇത് വലിയൊരു കാര്യമല്ലാതെ തോന്നും. പക്ഷെ നമ്മൾ എപ്പോഴാണോ നമുക്ക് ഈ ഭക്തി സേവനത്തിൽ നമ്മൾ ചെയ്യുന്ന ഈ ഓരോ സേവനങ്ങളും ഇത് എനിക്ക് അർഹതയില്ലാത്തതും ഞാൻ അതിന് യോഗ്യതയില്ലാത്തവനാണ്, എന്നാലും ഇത് അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ഭക്തന്മാരുടെ കാരുണ്യം കൊണ്ട് എനിക്ക് ലഭിച്ചിരിക്കുകയാണ്, അങ്ങനെ ഞാൻ ഒരു നന്ദിയോടെ ഞാൻ ഒരു സേവനം ചെയ്യുമ്പോഴാണ് യഥാർത്ഥമായിട്ട് നമുക്ക് ഭക്തിയിൽ മുന്നേറാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് എന്താണ്? നമുക്ക് രണ്ട് ക്വാളിറ്റീസ്, ഹ്യൂമിലിറ്റി ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പൊ നമുക്ക് ആ എളിമത്വവും ആ നമ്മളെന്താ പറയുക, നമുക്കൊരു ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, അല്ലെ, നമുക്ക് എപ്പോഴും നന്ദി ഉണ്ടാവുന്ന കൃതജ്ഞത, അത് രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഭക്തിയിൽ എപ്പോഴും നമുക്ക് വരാൻ സാധിക്കും. അപ്പൊ എപ്പോഴാണ് നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ മറക്കുന്നത്, അപ്പോഴാണ് നമുക്ക് ഭക്തിയിൽ നമുക്കുള്ള താല്പര്യക്കുറവും, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ വരും. അപ്പൊ ഒരു വ്യക്തി എളിമത്വത്തോടെയും ആ ഒരു കൃതജ്ഞതയോടെയും സേവനം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഏതൊരു അവസരത്തിലും സേവനം ചെയ്യാൻ സാധിക്കും. കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വരുന്ന ഓരോ കാര്യങ്ങളും ഇത് ഭഗവാന്റെ അനുഗ്രഹമായിട്ട് അദ്ദേഹത്തിന് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെയും അതുപോലെ പറയുന്നു, അല്ലെ? അപ്പൊ ഇതിനൊരു കാരണം ശീല പ്രഭുപാദും പറയുന്നത്, ഇപ്പൊ മായാവാദികൾ ഇവിടെ പറയുന്നതാണ്, മായാവാദാത്മകന്മാർ കാക്ഷിക്കുന്ന മോക്ഷ നിലവാരം ഒരു ഭക്തനെ സംബന്ധിച്ച് തുലവും തുച്ഛമാണ്. അപ്പൊ ഇതിൽ പറയുന്നത്, മായാവാദികൾ ആഗ്രഹിക്കുന്നതാണ് ഞാൻ ഭഗവാനായിട്ട് ഒന്നാകണമെന്നാണ് ചിന്തിക്കുന്നത്. ശീല പ്രഭുപാദ് ലെക്ചറിൽ വളരെ രസകരമായിട്ട് പറയുന്നത്, മായാവാദികൾ ചിന്തിക്കുന്നത് ഭഗവാനായിട്ട് ഒന്നാവാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഭക്തന്മാർ ചിന്തിക്കുന്നതാണ്, ഞാൻ ഭഗവാനെക്കാട്ടും മുകളിലോട്ട് പോവാണ്. എന്താണ് ചെയ്യുന്നത്? ഞാൻ ഭഗവാന്റെ അച്ഛനമ്മമാരാണ് ആകുന്നത് ഭക്തന്മാർ, അല്ലെ? നമുക്ക് നന്ദമഹാരാജ, യശോദ മാതാവ് എന്താണ്? അപ്പം ഭഗവാനെ കൂടി കൺട്രോൾ ചെയ്യാൻ പറ്റും ഒരു ഭക്തന് ഉള്ള രീതിയിലാണ് ശീല പ്രഭുപാദ് പറയുന്നത്. അപ്പം അത്രയും ഉയർന്നതാണ് ഭക്തി സേന. അപ്പൊ നമ്മൾ ഭഗവാനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഭക്തി ചെയ്യുന്നത്. നമുക്ക് ഭക്തി ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഭഗവാന് സന്തോഷം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭക്തി ചെയ്യുന്നത്. അപ്പൊ ഭക്തി സേവനത്തിന് അത്രയും ഒരു ശക്തി ഉണ്ടെന്നുള്ള കാര്യമാണ് ഇവിടെ ശീല പ്രഭുപാദ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് എന്താണ്? അതിന് വളരെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കാണുന്നതാണ് ഈ ഒരു ഗീതാ ജയന്തി മാസത്തിൽ നമുക്ക് അറിയാം, അല്ലെ? ഭഗവാൻ കൃഷ്ണൻ അർജുനന് ഗീതോപദേശം ഉപദേശിച്ച മാസം കൂടിയാണ്. അപ്പൊ അതിൽ നമുക്കറിയാം, ഇതില് ഭഗവാന്റെ ഒരു തേരാളിയായിട്ടാണ്, അല്ലെ, ഭഗവാൻ തേരാളിയായിട്ടാണ് അർജുനനെ സേവനം ചെയ്തത്, അല്ലെ? അപ്പൊ അദ്ദേഹം ഒരിക്കലും ചിന്തിക്കുന്നില്ല, ഞാൻ ഈ 14 ലോകത്തിന്റെയും സർവ്വ ലോകത്തിന്റെയും കാരണമായിട്ടുള്ള നാഥനാണ്, ജഗന്നാഥനാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്തിനാണ് ഈ ഭക്തനെ സേവനം ചെയ്യണമെന്ന് അദ്ദേഹം ചിന്തിക്കുന്നില്ല. അപ്പൊ അതാണ് നമുക്ക് ഭഗവാനിൽ നിന്ന് പഠിക്കേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി. എന്താണ്? എത്ര നമ്മൾ വലിയ ആളാണെന്ന് കരുതിയാൽ നമ്മളിപ്പോഴും എളിമത്വത്തോടെ സേവനം ചെയ്യാനുള്ള കാര്യമാണ് ഭഗവാൻ പഠിപ്പിച്ചിരുന്നത്, അല്ലെ? നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, ഞാൻ വലിയൊരു ഭക്തനാണ്, അല്ലെങ്കിൽ എനിക്ക് ഇതറിയാം അതറിയാം. പക്ഷെ നമ്മൾ ആരുമേ അല്ല. അപ്പൊ ഭഗവാൻ തന്നെ ബൈ പ്രാക്ടീസ് നമുക്ക് കാണിച്ചു തരാണ്, അല്ലെ? അപ്പം നമ്മൾ എപ്പോഴും എളിമത്വത്തോടെ സേവനം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എന്നെന്നും സേവനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. എപ്പോഴാണ് നമ്മൾ എളിമത്വം എന്നുള്ള ഒരു ക്വാളിറ്റി മറക്കുന്നത്, അപ്പോഴാണ് നമുക്ക് ഭക്തി സേവനത്തിനായി നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത് ശരിക്കും. അപ്പൊ അവിടെ എന്ത് ചെയ്തു ഭഗവാൻ, ഇല്ലേ? അപ്പം അവിടെ അർജുനൻ പറയാണ്, ഈ രണ്ട് സേനയോർ ഉഭയോർ മധ്യേ രഥസ്ഥാപനം അച്യുത, അച്യുത, ഈ രണ്ട് സേനകൾക്കിടയിൽ പോയി ഈ രഥത്തിന് നിർത്തു എന്ന് പറയുന്ന സമയത്ത് ഉടനെ തന്നെ ഭഗവാൻ എന്താ ചെയ്യുന്നത്? ഭഗവാൻ ഉടനെ പോയിട്ട് അദ്ദേഹത്തിന്റെ ആജ്ഞ അനുസരിച്ച് അവിടെ പോയി ആ ഒരു തേരിൽ അദ്ദേഹം നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് ഭഗവാന്റെ, അല്ലെ, നമ്മൾ 6 ഗുണങ്ങളിൽ ഒരു ഗുണത്തെയാണ് അത് കാണിക്കുന്നത്, അല്ലെ? അദ്ദേഹത്തിന്റെ ത്യാഗ മനോഭാവമാണ്, അല്ലെ? എല്ലാം ഉണ്ടായിട്ട് കൂടി അദ്ദേഹം ഒരിക്കലും അതിനോട് അറ്റാച്ച്ഡ് അല്ല, അല്ലെ? ഭഗവാൻ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ശക്തി, ബുദ്ധി, അല്ലെ, അദ്ദേഹത്തിന്റെ എല്ലാ തരത്തിലുള്ള 6 ഗുണങ്ങൾ ഉണ്ടെങ്കിൽ കൂടി
അദ്ദേഹം ഒരിക്കലും അതിനോട് അറ്റാച്ച്ഡ് അല്ല. കാരണം ഒരു നിമിഷം ഭക്തൻ പറയാണ്, നീ എന്റെ തേരാളിയാവുക, അല്ലെങ്കിൽ നീ ഇത് ചെയ്യുമെന്ന് പറയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ത്യാഗ മനോഭാവമാണ് ഇവിടെ കാണാൻ സാധിക്കുക, അല്ലെ? നമുക്ക് എല്ലാം ഉണ്ടായിട്ട് അതിന് ത്യാഗം ചെയ്യാന്ന് പറഞ്ഞാൽ ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമില്ല പ്രാക്ടിക്കലി. പക്ഷെ ഇവിടെ ഇവിടെ ഭഗവാൻ അർജുനന് വേണ്ടിയിട്ട് തേരാളിയായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈവൻ ഞാനൊരു ലെക്ചറിൽ കേട്ടാണ്, മുമ്പ് ആചാര്യന്മാർ പറഞ്ഞൊരു കാര്യം കൂടിയാണ്. അപ്പൊ അതിൽ പറയാണ്, ഇപ്പൊ നമുക്കറിയാം ഈ ഒരു നമുക്കറിയാം യുദ്ധക്കളം എന്ന് പറയുന്ന അത്രയും ഏറ്റവും ഒരു തിരക്ക് പിടിച്ച ഒരു ബിസിയസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. കാരണം അവിടെ ഒരു നിമിഷം നമ്മൾ ശ്രദ്ധ പോയി കഴിഞ്ഞാൽ നമ്മൾ തല ചിലപ്പോൾ പോവായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഇപ്പൊ ചിലപ്പോൾ ഈ രഥത്തിന് നമുക്ക് ലെഫ്റ്റ് റൈറ്റ് ഒക്കെ പോകേണ്ടി വരും, അല്ലെ? രഥം ഇങ്ങോട്ട് തിരി, അങ്ങോട്ട് തിരി, മുന്നോട്ട് തിരി എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ അത് പറയാനുള്ള സമയം ചിലപ്പോൾ ഉണ്ടാവില്ല. കാരണം അപ്പോഴേക്കും എതിർ കക്ഷി നമ്മളെ ഇങ്ങോട്ട് അമ്പ് അയച്ചേക്കായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽ അതിൽ പറയുന്നു, ഈവൻ അർജുനൻ വന്നിട്ട് അപ്പം എങ്ങനെയാണ് ഇപ്പം ഈ തേരാളയെ കൃഷ്ണന് ഇൻഡിക്കേഷൻ കൊടുക്കാൻ സാധിക്കുക, ഇടത്തോട്ട് പോകണം, വലത്തോട്ട് പോകണം? അപ്പൊ അതിനെന്ത് ചെയ്യും? അപ്പം ഈ തേരിലിരിക്കുന്ന അർജുനൻ അദ്ദേഹത്തിന്റെ കാലുകൊണ്ടാണ് കൃഷ്ണന്റെ ദേഹത്തിൽ തൊട്ട് പറയും, ഇടത് തോളിൽ തൊടുമ്പോ ഇടത്തോട്ട് പോകും, വലത് തോളിൽ തൊടുമ്പോ വലത്തോട്ട് പോകും. അപ്പൊ അങ്ങനെയാണ് അദ്ദേഹം ആ പരമദ്യൂത പുരുഷനായിട്ടുള്ള കൃഷ്ണന്റെ അടുത്തുള്ള ഇൻഡിക്കേഷൻ അദ്ദേഹം കൊടുത്തത് ആക്ച്വലി. അപ്പം ഇവിടെ അർജുനൻ എന്ന് പറയുന്ന റെസ്പെക്ട് ഇല്ലാത്തൊരു വ്യക്തി എന്നല്ല, പക്ഷെ ഇത് ആ ലീലകളിലൂടെ ആക്ച്വലി ഒരു ഭക്തന് മഹിമയെ ഭഗവാൻ കാണിച്ചു തരാണ് ചെയ്യുന്നത് ആക്ച്വലി, ഭഗവത്ഗീതയിലൂടെ ആയാലും ശരി. അപ്പം അതുകൊണ്ട് അപ്പൊ അത്രത്തോളം സേവനം ചെയ്യാൻ ഉള്ള ഒരു മനോഭാവമാണ് അവിടെ ഭഗവാൻ കാണിക്കുന്നത്. അപ്പൊ ഒരിക്കലും ഞാൻ ഏറ്റവും വലിയൊരാളാണ്, അപ്പൊ അതുകൊണ്ട് ഞാൻ എന്നെ എല്ലാവരും സേവനം ചെയ്യണം എന്നുള്ള ആ ഒരു ബോധത്തോടെ അല്ല ഭഗവാൻ അവിടെ ചെയ്യുന്നത്. കാരണം ഒരു ഭക്തന് വേണ്ടി ഭഗവാൻ എന്ത് ചെയ്യാനും തയ്യാറാവാനുള്ള കാര്യമാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഈവൻ നമ്മൾ അറിയാം, അല്ലെ, ബലിമഹാരാജാവിന്റെ പാസ് ടൈമിൽ നമുക്ക് അറിയാൻ സാധിക്കും, അല്ലെ? അതിലും ആക്ച്വലി നമ്മൾ ഫസ്റ്റ് കാണുന്നത് എന്താണ്, ആ ബലിമഹാരാജാവിന്, അല്ലെ, സുതലോകത്ത് പോയ ശേഷം അവിടെ ഭഗവാൻ തന്നെ അദ്ദേഹത്തിന്റെ സേവകനായിട്ട് അദ്ദേഹത്തിന് 4 കഥകളിലും അദ്ദേഹം ഓടി ഓടി ഏത് സ്ഥലത്തിലൂടെയാണോ ബലിമഹാരാജ് പുറത്തുനിന്ന് ആ സമയത്ത് പോയി അദ്ദേഹം ആ കഥവ് തുറന്നു കൊടുക്കുകയും അദ്ദേഹത്തിന്റെ അവിടുത്തെ ഒരു സംരക്ഷകനായിട്ട്, അല്ലെ, ദ്വാരപാലനായിട്ട് അദ്ദേഹം നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഒരു ഭഗവാനും ഭക്തനും തമ്മിലുള്ള ഈ അതീന്ദ്രിയമായിട്ടുള്ള ഒരു സംബന്ധം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഭൗതികമായിട്ടുള്ള കണ്ണുകളോട് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഭക്തിയിലൂടെ മാത്രമാണ് നമുക്ക് ഭഗവാനെ നമുക്ക് നേടാൻ സാധിക്കാനുള്ള കാര്യമാണ് ഇവിടെ ചൈതന്യ മഹാപ്രഭു വളരെ ഊന്നി ഊന്നി പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക്, അല്ലെ, ഭക്തിയോഗത്തിനെ പറ്റി ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്. അപ്പൊ ആ ഭക്തി സേവനം നമുക്ക് ലഭിച്ചതും ചൈതന്യ മഹാപ്രഭുവിന്റെയും ആചാര്യന്മാരുടെയും കാരുണ്യം കൊണ്ടാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ഈ ചൈതന്യ മഹാപ്രഭുവിന്റെയും ആചാര്യന്മാരുടെയും ശ്രീല പ്രഭുവിനടുത്തൊക്കെ നമ്മൾ നന്ദിയോടെ അവർ പറയുന്ന ഈ ഉപദേശങ്ങളെ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും നന്ദിയോടെ അവർക്ക് തിരിച്ച് നമുക്ക് അവരെ സേവനം ചെയ്യുമ്പോഴാണ് നമുക്ക് ആക്ച്വലി റിയലി ഇതിന്റെ എസൻസ് നമുക്ക് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ അതാണ് ഈ ഒരു ഇതിൽ പറയുന്നത്. അപ്പൊ നമ്മള് ഭക്തിയുത സേവനം നമുക്ക് നമ്മൾ എപ്പോഴും പലപ്പോഴും മറക്കുന്ന ഒരു കാര്യമാണ്. ഭക്തി എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പം ഒരു ഫാമിലി നമ്മൾ കുറെ നാൾ കഴിയുമ്പോൾ ഇത് വലിയൊരു കാര്യമായിട്ട് തോന്നില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ഭഗവാൻ തന്നെ പറയുന്നല്ലേ, എത്ര പേര് മനുഷ്യാനം സഹസ്രേഷു കശ്ചിത് യഥസിദ്ധേ ദദാമപി സിദ്ധാനാം കശ്ചിന്മാ വേദി തത്വത, അല്ലെ? അപ്പൊ എത്രയോ കോടി കോടി ജനങ്ങളിൽ ഒരാളാണ് ആക്ച്വലി റിയലി ഭക്തനാവാൻ ആഗ്രഹിക്കുന്നത്, അല്ലെ? ബഹുനാം ജന്മനാമന്ദേ ജ്ഞാനവാൻ പ്രവൃത്തി വാസുദേവ സർവമിതി സമഹാത്മാ സുദുർലഭ. അപ്പം അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ എത്രയോ ജന്മങ്ങൾക്ക് ശേഷമാണ് ഒരു വ്യക്തി ഭഗവാന്റെ ശരണം പ്രാപിക്കണം എന്ന് മനസ്സിലാക്കി ഭഗവാനെ ഭക്തി സേവനത്തോട് ഭഗവാനെ സേവനം ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാം, അപ്പൊ നമുക്കിത് ലഭിച്ചത് വലിയൊരു ഭാഗ്യമാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിലപ്പോൾ ഒരു വ്യക്തി ചിന്തിക്കും, ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് എന്താണ്? ഒരുപാട് പണം ഉണ്ടാക്കുന്നതോ, അല്ലെങ്കിൽ നമുക്ക് വലിയ പ്രശസ്തി കിട്ടുന്നതോ, അല്ലെങ്കിൽ നമ്മൾ വലിയ വലിയ സേവനങ്ങൾ ചെയ്യുന്നതോ അതൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മൾ റിയലി മനസ്സിലാക്കുക, ഒരു വ്യക്തിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാന്റെ ഭക്തന്മാരുടെ സംഘത്തിൽ വരികയും ഭക്തിയുത സേവനം ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ. അപ്പൊ ആ ഒരു അവസരം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ ആ ഭക്തി നമ്മൾ പരിശീലിക്കുക, ഭക്തന്മാരുടെ സംഘത്തിൽ നമ്മൾ എന്താ സഹകരണത്തോടെയും സന്തോഷത്തോടെയും ഒത്തുചേർന്ന് നിന്ന് ഭക്തിയുത സേവനം ചെയ്യുക. അതിലൂടെ നമുക്ക് റിയലി നമുക്ക് നമ്മുടെ ലൈഫിൽ ആഗ്രഹിക്കുന്ന എല്ലാ സന്തോഷവും നമുക്ക് നേടാൻ സാധിക്കും. അത് മാത്രമാണ് ഒരു വ്യക്തിക്ക് റിയലി നേടാൻ പറ്റുന്നത് ഈ ഒരു നമ്മുടെ ജീവിതത്തിൽ. അപ്പൊ അതാണ് നമ്മളെ ഈ ഒരു ഹ്യൂമൻ ലൈഫിന്റെ പെർഫെക്ഷൻ എന്ന് പറയുന്നത് അതാണ്. എങ്ങനെയാണ് നമുക്ക് പരിശുദ്ധ ഭക്തി, നമ്മളെല്ലാവരും ഒരു പരിശുദ്ധ ഭക്തനാവാം. അതാണ് നമുക്ക് ആക്ച്വലി ശ്രീമദ് ഭാഗവതമായാലും ശരി, ചൈതന്യ ചരിതമായാലും ശരി, ഭഗവത്ഗീത ആയാലും ശരി, ശീല പ്രഭുപാദ് ഏത് ഗ്രന്ഥങ്ങൾ എടുത്താലും പരിശുദ്ധ ഭക്തി എന്ന കാര്യത്തിനെ പറ്റിയാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്, അല്ലെ? ഇപ്പൊ പ്രഭുപാദ് പറയുന്ന ഒരു കാര്യമാണ് ആക്ച്വലി. പ്രഭുപാദ് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പല കാര്യങ്ങളും അദ്ദേഹത്തിന് ഡൈല്യൂട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു, അല്ലെ? പാലിൽ വെള്ളം ചേർക്കുന്ന പോലെ കാര്യങ്ങൾ ചെയ്യായിരുന്നു. പക്ഷെ അദ്ദേഹം അത് ചെയ്തില്ല. കാരണം എന്താണ്? അദ്ദേഹം ആഗ്രഹിച്ചത് എന്താണ്? എന്താണോ ഭഗവാൻ പറയുന്നത് അതിനെ അതേ രീതിയിൽ അതിനെ നമുക്ക് ആൾക്കാരിൽ എത്തിക്കണം. എന്നാലേ അതിന്റെ റിസൾട്ട് ഉണ്ടാവുള്ളൂ, അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് പ്രഭുപാദ് പറയുന്നത്, ഈവൻ ഒരു നമുക്ക് ആയിരക്കണക്കിന്
നക്ഷത്രങ്ങളുടെ ആവശ്യമില്ല. നമുക്ക് ഒരു ചന്ദ്രനായാൽ മതി ഉള്ള രീതിയിൽ അദ്ദേഹം പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അല്ലെ. അപ്പൊ ഒരുപാട് പേരുണ്ടായിട്ട് കാര്യമില്ല. പക്ഷെ ഏതൊരു വ്യക്തിയാണോ അതിനെ റിയൽ ആയിട്ട് അതിന്റെ എസൻസിനെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നത്, അതാണ് ഭക്തിയുഗ സേവനത്തിന്റെ പ്രത്യേകത എന്നുള്ള കാര്യം ശ്രീല പ്രഭുപാദ് ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു അവസരത്തിൽ നമുക്കറിയാം, ഈ ഒരു മാസം നമുക്ക് ഭഗവത്ഗീത ജയന്തി മാസം കൂടിയാണ്. അപ്പൊ നമ്മുടെ കർത്തവ്യം കൂടിയാണ് നമുക്ക് കിട്ടിയ ഈ ഭക്തിയെ നമ്മൾ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള കാര്യം അല്ലെ. നമ്മളെല്ലാവരും നമുക്ക് ഇസ്കോണെ പറ്റി അറിയാൻ സാധിച്ചു അല്ലെ. ശ്രീല പ്രഭുപാദിന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് ഭക്തി എന്താണെന്നും ഹരേകൃഷ്ണ മഹാമന്ത്രത്തിനെ പറ്റിയൊക്കെ നമുക്ക് അറിയാൻ സാധിച്ചു. അപ്പൊ നമ്മുടെ കടമ കൂടിയാണ് ഈ കിട്ടിയ ഈ ഒരു മഹത്തായിട്ടുള്ള ഒരു ഭാഗ്യത്തിനെ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് ഈ ഒരു മാസം നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ എല്ലാവർക്കും ഭഗവത്ഗീത എന്ന ഗ്രന്ഥത്തിനെയും ഇസ്കോൺ എന്ന പ്രസ്ഥാനത്തിനെ പറ്റിയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പൊ അങ്ങനെ നമ്മൾ പ്രഭുപാദിന്റെ കാര്യം നേടാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ഒരു മാസം. കാരണം പ്രഭുപാദിന്റെ ബ്ലെസ്സിങ്സ് നേടാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം എന്ന് വെച്ചാൽ എന്താണ്? അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങൾ നമ്മൾ ആത്മാർത്ഥമായിട്ടും അതിനെ പഠിക്കുക, വായിക്കുക, അതിന് ബാക്കിയുള്ളവർക്ക് അത് നമ്മൾ കൊടുക്കാനുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ ഈ ഗ്രന്ഥങ്ങൾ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ബാക്കിയുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യുന്നതുകൊണ്ട് റിയലി നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഏറ്റവും മഹത്തരമായിട്ടുള്ള നന്മപരമായിട്ടുള്ള കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിനുള്ളൊരു അവസരമാണ് ഈ ഒരു മാസം നമുക്ക് വന്നിരിക്കുന്നത്. അപ്പൊ അത് എല്ലാവരുടെയും ഒരു കർത്തവ്യമാണ്. എത്രത്തോളം നമ്മൾ ഈ ശ്രീല പ്രഭുപാദിന്റെ ഗ്രന്ഥങ്ങളെ നമ്മൾ ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നോ അത്രത്തോളം നമുക്ക് പ്രഭുപാദിന്റെ ബ്ലെസ്സിങ്സ് കിട്ടും. അങ്ങനെ നമുക്ക് ഭഗവാൻ അങ്ങനെ ആചാര്യ പരമ്പരയുടെയും ചൈതന്യ മഹാപ്രഭുവിന്റെയും രാധാകൃഷ്ണന്മാരുടെയും ഒക്കെ ബ്ലെസ്സിങ്സ് നമുക്ക് കിട്ടും. അങ്ങനെ നമുക്ക് പരിശുദ്ധ ഭക്തിയിലോട്ട് നമുക്ക് വരാൻ സാധിക്കും. കാരണം പ്രഭുപാദ് പല പല സേവനങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി നമുക്ക് അറിയാൻ സാധിക്കും, പ്രഭുപാദ് ഗ്യാരണ്ടി ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ്, ഏതൊരു വ്യക്തിയാണോ ഈ എന്റെ ഗ്രന്ഥങ്ങൾ വിതരണം ചെയ്യുന്നത് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും എന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവുന്ന പ്രഭുപാദ് വീണ്ടും വീണ്ടും പറഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമുക്ക് എത്രയോ കോൺടാക്റ്റുകൾ ഉണ്ടാവും അല്ലെ. നമ്മളെ ഫോണിൽ ഒരുപാട് പേരുണ്ടാവും, നമ്മളെ റിലേറ്റീവ്സും ഫ്രണ്ട്സും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പൊ അവരത്തൊക്കെ നമ്മൾ ജസ്റ്റ് പോയി ചോദിക്കാം, നമ്മൾ ഈ മാസം ഗീതാ ജയന്തിയാണ്, ഇപ്പോൾ ഭഗവത്ഗീത യഥാരൂപം എന്ന ഗ്രന്ഥമുണ്ട് ഉള്ള കാര്യം പറഞ്ഞ് അവരെ കൊണ്ട് അവർക്ക് ഈ ബുക്സ് ഒക്കെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പൊ അങ്ങനെ അവർക്ക് കൂടി ഈ കാരുണ്യത്തിന് നമ്മൾ കൂടുതൽ കൊടുക്കുക. കാരണം നമ്മൾ എത്രത്തോളം ഈ കാരുണ്യത്തിൽ നമ്മൾ ഷെയർ ചെയ്യുന്നു അത്രത്തോളം ഭഗവാന്റെ കാരുണ്യം നമുക്ക് കിട്ടും. ഭൗതിക ലോകത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അത് കുറയും അല്ലെ. പക്ഷെ സ്പിരിച്വൽ ലൈഫിൽ അല്ലെങ്കിൽ ആധ്യാത്മിക ജീവിതത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം ഭഗവാന്റെ കാര്യം നമുക്ക് കിട്ടുന്നോ അത്രത്തോളം അത് കൊടുക്കും തോറും നമുക്ക് വീണ്ടും വീണ്ടും കാര്യം ഭഗവാൻ നിന്ന് കിട്ടിക്കൊണ്ടേയിരിക്കും. അതാണ് അതിന്റെ ഒരു സീക്രട്ട്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് പരിശുദ്ധ ഭക്തന്മാരൊക്കെ എവിടെ പോയാലും അവരെന്താ ചെയ്യുന്നത്, ഒരു സമയം കൂടി അവർ കളയാതെ എങ്ങനെ ഭഗവാനെ പറ്റി നമ്മൾ ഭഗവാന്റെ ഭക്തന്മാരെ പറ്റിയൊക്കെ നമ്മൾ പ്രകീർത്തിക്കുക, ഭഗവാനെ പറ്റി ചർച്ച ചെയ്യാനുള്ള ഒരു ഒരു ആ ഒരു ചിന്ത മാത്രമാണ് അവർക്കുള്ളത്. 24 മണിക്കൂർ എങ്ങനെ കൃഷ്ണാവബോധത്തിൽ ഇരിക്കാൻ സാധിക്കുക. കാരണം അങ്ങനെ നമ്മൾ കൂടുതൽ കൂടുതൽ ഭഗവാനെ പറ്റി ബാക്കിയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് നമുക്കും ഭഗവാന്റെ കൂടുതൽ കാരുണ്യം നമുക്ക് കിട്ടാനുള്ള അവസരമായിട്ട് വരുന്നത്. അപ്പൊ അതാണ് നമുക്ക് ശീല പ്രഭുപാദും പറഞ്ഞു തരുന്നത്. അപ്പൊ നമുക്ക് നമുക്ക് പ്രഭുപാദിന്റെ അടുത്തുള്ള കടമ ഒരിക്കലും തീർക്കാൻ സാധിക്കില്ല. കാരണം അദ്ദേഹം തന്ന ഈ പ്രസ്ഥാനവും ഭക്തന്മാരും ഗ്രന്ഥങ്ങളൊക്കെ നമുക്ക് ഒരിക്കലും നമുക്ക് നമ്മളാവുന്ന ഈ എളിയ ജീവാത്മാവിന് ഒരിക്കലും തിരിച്ചു കൊടുക്കാനുള്ള ഒരു അവസരമില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? നമുക്ക് ഈ പ്രസ്ഥാനത്തിൽ ഇരുന്നുകൊണ്ട് നമ്മൾ അതിനെ നല്ല രീതിയിൽ അതിനെ എന്ത് ചെയ്യാം, ആ പ്രസ്ഥാനത്തിൽ ഇരുന്നുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ അതിനെ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ നല്ല രീതിയിൽ ഭക്തന്മാരായിട്ട് നമ്മൾ സന്തോഷത്തോടെ ഒരുമിച്ചിരുന്ന് നമ്മൾ സേവനങ്ങൾ ചെയ്യുക. അതേ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഈ നമുക്ക് കിട്ടിയ ജ്ഞാനത്തിന് ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുക. അതിലൂടെയെങ്കിലും നമുക്ക് കുറച്ച് ഒരു അംശമെങ്കിലും നമുക്ക് പ്രൂവാനിടത്തുള്ള കടം നമുക്ക് ചെറിയ രീതിയിൽ നമുക്ക് വീട്ടാൻ സാധിക്കും അറ്റ്ലീസ്റ്റ്. അപ്പൊ അത് നമ്മളൊരു എല്ലാ വ്യക്തികളുടെയും ഡ്യൂട്ടിയാണ് ഈ ഒരു മാസം, ഗീതാ ജയന്തി മാസം. നമ്മൾ അതിന് പരിശ്രമിക്കുക. പുതിയൊരു വർഷം കൂടി വരികയാണ്. അപ്പൊ നമുക്ക് അവർക്കൊക്കെ ബുക്സ് കൊടുക്കാം. പുതിയൊരു പുതുവർഷം വരികയാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഭഗവത്ഗീത എന്ന ഗ്രന്ഥം വായിച്ച് നിങ്ങളുടെ ഈ ഒരു പുതിയ വർഷത്തിന് നല്ലൊരു വർഷമായിട്ട് മാറ്റാൻ സാധിക്കും എന്ന രീതിയിലൊക്കെ നമ്മൾ പറഞ്ഞ് നമ്മൾ ഈ ഗ്രന്ഥങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. എല്ലാവരും കൊണ്ടാവുന്ന ഒരു കാര്യമാണ്. നമ്മളിത് ചിന്തിക്കേണ്ട ഒരു ഒരു വ്യക്തിയായിട്ട് നമ്മൾ ബുക്സ് കൊടുക്കുമ്പോൾ അത് എടുക്കോ ഇല്ലയോ അത് രണ്ടാമതാണ്. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മൾ അവർക്ക് ഈ ബുക്കുകൾ കൊണ്ട് അവർക്ക് കാണിക്കുക. അവർക്ക് നമ്മൾ പറയാം, ഈ ഗ്രന്ഥങ്ങൾ നിങ്ങൾ വാങ്ങുക, നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തും. യഥാർത്ഥമായിട്ടുള്ള സന്തോഷം എന്താണെന്നും നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്നും പറഞ്ഞു തരുന്ന ഒരു ഗ്രന്ഥമാണിത്. ആ കാര്യം പറഞ്ഞു കൊടുത്ത് കൊടുക്കുക. ബാക്കി എടുക്കുന്നോ ഇല്ലയോ രണ്ടാമത്തെ കാര്യം, അത് അവരുടെ ചോയ്സ് ആണ്. നമ്മുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്യുക. അപ്പൊ അങ്ങനെ നമ്മൾ ഉത്സാഹത്തോടെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഭഗവാൻ തന്നെ എല്ലാ ഘട്ടത്തിലും പരമാവധമായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഭഗവാൻ തന്നെ നമുക്ക് കാണിച്ചു തരും, ഒരു വ്യക്തിയെടുത്ത് ഈ വ്യക്തിക്ക് നിങ്ങൾ കൊടുക്കൂ ഗ്രന്ഥം എന്ന രീതിയിൽ കാണിച്ചു തരും. അതിനുള്ളൊരു അവസരം കൂടിയാണ് ഈ ഒരു ഡിസംബർ മാസം. നമുക്ക് ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ. അപ്പൊ എല്ലാവരും അവരെ കൊണ്ടാവുന്ന രീതിയിൽ എല്ലാ ആൾക്കാരും ഈ ഭഗവത്ഗീത എന്ന ഗ്രന്ഥം അല്ലെ, മഹത് ഗ്രന്ഥത്തിന് നമ്മൾ വിതരണം ചെയ്യും. കാരണം അതുകൊണ്ടാണ് ഇതിനെ രാജവിദ്യ അല്ലെ, ഏറ്റവും വലിയ എത്രയോ വിദ്യകൾ നമ്മുടെ ലോകത്തിൽ കാണാൻ സാധിക്കും. പക്ഷെ ആ ഒരു വിദ്യ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണം എന്നെന്നും നമുക്ക് ഉണ്ടാവുമോ? നമുക്ക് ചിലപ്പം പണം ഉണ്ടാക്കാനും അല്ലെങ്കിൽ നമുക്കൊരു പേരും പ്രശസ്തി ഉണ്ടാക്കാനൊക്കെ ചിലപ്പോൾ ആ ഗ്രന്ഥങ്ങൾ നമ്മളെ സഹായിക്കുമായിരിക്കും. പക്ഷെ ഒരിക്കലും നമ്മളെ ജനനമൃത്യു രാവേദ എന്ന ചക്രത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനുള്ള കഴിവുള്ള വേറൊരു വിദ്യ ഒന്നുമില്ല. അത് നമുക്ക് ഈ ഭഗവത്
വിദ്യയായ ഭഗവത്ഗീതയിലൂടെ മാത്രമാണ് നമുക്ക് നേടാൻ സാധിക്കുക. അപ്പം അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം അല്ലെ. നമുക്ക് ഒരു വ്യക്തിക്ക് ഒരു നേരം ഭക്ഷണം കൊടുക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ ഒരു നേരം കുറച്ച് പണം കൊടുക്കുന്നതോ അല്ലെങ്കിൽ വസ്ത്രം കൊടുക്കുന്നതൊക്കെ കുറച്ച് നേരത്തേക്ക് അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യുന്നു. പക്ഷെ ഒരു വ്യക്തിയെ ജനനമൃത്യു ജരാവധി ചക്രത്തിൽ നിന്ന് പുറത്ത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു ആശയം എന്ന് പറഞ്ഞാൽ എന്താണ്? ശീല പ്രഭുപാദന്റെ ഗ്രന്ഥങ്ങൾ മാത്രമാണ്. അപ്പൊ ഈ ഗ്രന്ഥങ്ങൾ വിതരണം ചെയ്യുന്നതോറും നമുക്ക് കൂടുതൽ ഭഗവാന്റെ കാരുണ്യം നമുക്കും കിട്ടും. അതുപോലെ തന്നെ അവർക്കും ഭഗവാന്റെ കാരുണ്യം നേടാനുള്ള ഒരു അവസരം കൂടിയാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പൊ അതാണ് നമുക്ക് ഈ ഇതിലൂടെ പറയുന്നത്. അപ്പം ആ പരിശുദ്ധ ഭക്തിയെ പറ്റിയാണ് അല്ലെ, നമ്മൾ ഭഗവത്ഗീതയായാലും ശരി ഏതൊരു ഗ്രന്ഥം എടുത്താലും പരിശുദ്ധ ഭക്തിയെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. കാരണം പരിശുദ്ധ ഭക്തി ആണ് ഭഗവാനെ കൂടെ അട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ ആ പരിശുദ്ധ ഭക്തി വളർത്തിയെടുക്കാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ തന്നെ കാരുണ്യമാണ് ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം അല്ലെ. നമുക്ക് ഈ ഒരു പരിശുദ്ധ ഭക്തി നേടാൻ വേണ്ടി ഈവൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വർഗ്ഗലോകത്തിലുള്ള ദേവന്മാർ കൂടി ആഗ്രഹിക്കുകയാണ് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഭൂമിയിൽ വന്ന് ഈ ഒരു കലിയുഗത്തിൽ ജന്മമെടുക്കാൻ സാധിക്കും. കാരണം ഈ കലിയുഗത്തിൽ ജന്മമെടുത്താൽ ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് തിരുനാമങ്ങൾ ജപിച്ചുകൊണ്ട് ഒരു വ്യക്തിക്ക് പരിശുദ്ധ ഭക്തനാവാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് ഈ തിരുനാമ ജപത്തിലൂടെയും ഈ ഭഗവത്ഗീത ഇങ്ങനത്തെ ഇത്യാദി ഗ്രന്ഥങ്ങൾ പാരായണത്തിലൂടെയും നമുക്ക് ഭഗവാന്റെ പരിശുദ്ധ ഭക്തി നേടാൻ സാധിക്കും. അപ്പൊ അതിന് യാതൊരു ചെലവുമില്ല. ഏതൊരു വ്യക്തിക്കും എവിടെ ഇരുന്നു കൊണ്ടും ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ടും അപരാധമില്ലാതെ തിരുനാമങ്ങൾ ശ്രദ്ധയോടെ ജപിക്കുന്ന ഒരു വ്യക്തിക്ക് ഭഗവാന്റെ ആ പരിശുദ്ധ ഭക്തി നേടാൻ സാധിക്കും എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അതിന് ഒരു ചെലവോ ഒന്നുമില്ല അല്ലെ. നമുക്ക് ബാക്കിയുള്ള യോഗ പദ്ധതി ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇതിൻ്റെതായിട്ടുള്ള നമുക്ക് ഒരു വിൽ പവർ അല്ലെങ്കിൽ ബുദ്ധിശക്തി അല്ലെങ്കിൽ നമുക്ക് അത്രത്തോളം കഴിവുകളും ജ്ഞാനവും ഒക്കെ വേണ്ടി വരും. പക്ഷെ ഭക്തിയുത സേവനം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ വേണ്ട ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ആത്മാർത്ഥത മാത്രമാണ്. ഒരു വ്യക്തിക്ക് ആത്മാർത്ഥത ഉണ്ടെന്നുണ്ടെങ്കിൽ, ആത്മാർത്ഥമായിട്ട് എനിക്ക് ഭഗവാന്റെ പരിശുദ്ധ ഭക്തനാണെന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഈ ഭക്തിയുത സേവനം ചെയ്തുകൊണ്ട് ആ വ്യക്തിക്ക് ഈ ജന്മത്തിൽ തന്നെ പരിശുദ്ധ ഭക്തനാവാൻ സാധിക്കും എന്നുള്ളതാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് ആ ഒരു ആഗ്രഹം ഇപ്പൊ ശീല പ്രഭുപാദ ഒരു ലെക്ചറിൽ പറയുന്നുണ്ട്, ഈവൻ നമുക്ക് ഒരു ആഗ്രഹമില്ല, എനിക്ക് പരിശുദ്ധ ഭക്തനാവണം എന്നുള്ള ആഗ്രഹം ഇല്ലെങ്കിൽ കൂടി ആ ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. എനിക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹം തരാൻ വേണ്ടി നമ്മൾ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുക. റിയലി നമ്മള് എത്രത്തോളം നമ്മൾ കരഞ്ഞുകൊണ്ട് ഭഗവാനടുത്ത് പ്രാർത്ഥിക്കുന്നോ അത്രയും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം, അത്രത്തോളം ഭഗവാന്റെ കാരുണ്യം ഉണ്ടാവും അല്ലെ. നമ്മൾ ചിലപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും, ഒരു കുഞ്ഞ് എന്തെങ്കിലും സാധനം വേണമെന്ന് പറയും അമ്മയുടെ അടുത്തോ അച്ഛൻ്റെ അടുത്തോ. അപ്പൊ പറയുന്ന സമയത്ത് ആദ്യം അച്ഛനമ്മ അത്രയും കേൾക്കില്ല. പക്ഷെ ആ കുഞ്ഞ് വാശി പിടിച്ച് കരഞ്ഞാൽ ചിലപ്പോൾ എന്ത് സംഭവിക്കും? അച്ഛനമ്മമാര് പറയുന്ന കാര്യം ചിലപ്പോൾ വാങ്ങിച്ചു കൊടുക്കും. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ റിയലി ഭഗവാൻ നോക്കുന്നതാണ്, നമുക്ക് റിയലി അത് വേണോ, ഭക്തി പരിശുദ്ധ ഭക്തി വേണോ എന്നാണ് ഭഗവാനോട് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആത്മാർത്ഥമായിട്ടും എനിക്ക് പരിശുദ്ധ ഭക്തി വേണമേ എന്നുള്ള പ്രാർത്ഥന നമ്മൾ നിരന്തരം നമ്മൾ ഭഗവാനടുത്ത് സമർപ്പിക്കുകയുള്ള കാര്യം. അത് തന്നെയാണ് നമ്മൾ ഹരേ കൃഷ്ണ മന്ത്രത്തിന്റെ അർത്ഥവും മീനിങ്ങും അല്ലെ. അല്ലയോ രാധാറാണി, അല്ലയോ കൃഷ്ണ, അങ്ങയുടെ ഭക്തി സേവനത്തിൽ എന്നെ നിരതനാക്കും എന്നുള്ള പ്രാർത്ഥനയാണ് നമ്മൾ സമർപ്പിക്കുന്നത്. അപ്പൊ ആ പ്രാർത്ഥന നമ്മൾ നാമം ജപിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധയോടെ നമ്മൾ നാമം ജപിക്കുമ്പോൾ ശ്രദ്ധയോടെ അത് കേൾക്കുകയും ചെയ്യുക. ആ ഒരു മൂഡോടെ നമ്മൾ നാമം ജപിക്കാൻ ശ്രമിക്കുക. അപ്പൊ അങ്ങനെ നമ്മൾ നാമം നിരന്തരം ജപിക്കുമ്പോൾ അങ്ങനെ നമുക്ക് കാലക്രമേണ നമുക്ക് ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ കാമം, ക്രോധം, ലോഭം, മതം, മാത്സര്യമൊക്കെ പോയി പരിശുദ്ധ ഭക്തി തലത്തിൽ അദ്ദേഹത്തിന് വരാൻ സാധിക്കും എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പൊ അത് നമുക്ക് അറിയാം. കാരണം നമുക്ക് പല ശീല പ്രഭുപാദന്റെ ശിഷ്യന്മാരെ കണ്ടാലും അവർ ഇത്രയും വയസ്സായിട്ട് കൂടി അവർ ഇത്രയും ഉത്സാഹത്തോടെ അവര് പ്രചരണം ചെയ്യുകയും ബാക്കിയുള്ളവർ കൂടി ആക്ച്വലി ഉത്സാഹം നമുക്ക് അവരുടെ കൂടെ നമുക്ക് നിൽക്കുമ്പോൾ നമുക്ക് ഉത്സാഹം വരികയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അത്രയും ആത്മാർത്ഥതയോടെയും ഉത്സാഹത്തോടെ അവർ ഭക്തി സേവനം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അപ്പൊ അവര് ജപിക്കുന്നതും ഹരേകൃഷ്ണ മന്ത്രമാണ്, നമ്മളും ജപിക്കുന്നത് ഹരേകൃഷ്ണ മന്ത്രമാണ്. പക്ഷെ എന്താണ് വ്യത്യാസം? പക്ഷെ അവര് അത്രയും ശ്രദ്ധയോടെയും അത്രയും ആത്മാർത്ഥതയോടെയും അത്രയും വിശ്വാസത്തോടെയാണ് നാമം ജപിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് ഈ ഒരു നാമജപം എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ഏക ആശ്രയം. അപ്പം അപ്പൊ ആ നാമജപമാണ് ഏക ആശ്രയം എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശീല പ്രഭുപാദ് ഈ ഗ്രന്ഥങ്ങൾ തന്നിരിക്കുന്നത്. അതിന്റെ ഏക ഉദ്ദേശം അതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഒരു ശിഷ്യൻ ചോദിച്ച സമയത്തും ശീല പ്രഭുപാദിന്റെ അടുത്ത് ചോദിച്ചു, പ്രഭുപാദ് ഈ ബുക്കുകളിലൊക്കെ എന്തിനാണ് ബുക്കുകളിലൊക്കെ ആവശ്യം എന്താണ്? അങ്ങ് പറയാറുണ്ട് തിരുനാമ ജപം തന്നെയാണ് ഇതിന്റെ ലക്ഷ്യം, നമ്മൾ ഹരികൃഷ്ണ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞ സമയത്ത് ശീല പ്രഭുപാദ് ഉത്തരം പറഞ്ഞു, ആ ലക്ഷ്യം എന്താണെന്നുള്ള ആ ഒരു അതിന് ഊന്നാൻ വേണ്ടിയിട്ടാണ്. കാരണം ആ ലക്ഷ്യം ഹരേകൃഷ്ണമന്ത്രം ജപിക്കുക തന്നെയാണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ള കാര്യം നമ്മൾ ആരുടെ മനസ്സിലും ഉറച്ചു വന്നിട്ടില്ല. അപ്പൊ ആ ലക്ഷ്യത്തിലോട്ട് എത്തിക്കാനും അതിനെ ഊന്നി പറയാൻ വേണ്ടിയിട്ടാണ് എന്റെ ഗ്രന്ഥങ്ങൾ എന്ന് ശീല പ്രഭുപാദ് പറയാറുണ്ട് അല്ലെ. അല്ലെങ്കിൽ നമുക്ക് ഒരു വ്യക്തിക്കും നമുക്കറിയാം 16 മാല ജപിക്കുന്നത് തന്നെ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് പലപ്പോഴും അല്ലെ. ആ 16 മാല ജപിച്ച് ആർക്കാണ് അത്രയും രുചിയുള്ളത്? 16 മാല ജപിച്ച ശേഷം വീണ്ടും ഒരു 16 മാല കൂടെ ജപിക്കാനുള്ള ആഗ്രഹം എത്ര പേർക്കുണ്ടാവും? അങ്ങനത്തെ ആൾക്കാർ വളരെ വിരളമായിട്ടുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. പക്ഷെ ആ രുചി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് നമ്മുടെ ബുദ്ധിയെ അല്ലെ, നമ്മുടെ ബുദ്ധിയെ നമുക്ക് ഇന്റലിജൻസ് അല്ലെ, നമ്മുടെ ബുദ്ധിയെ സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ശാസ്ത്രങ്ങൾ വായിച്ചാലേ നമുക്ക് അതിനെ പൂർണ്ണമായിട്ടും സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ശീല പ്രഭുപാദ് ഈ ഗ്രന്ഥങ്ങൾ തന്നിരിക്കുന്നത്. അപ്പൊ നിരന്തരം ഈ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ നമുക്കൊരു റിമൈൻഡർ ആണ്. നമ്മൾ പ്രഭുപാദിന്റെ നമ്മൾ ഏതൊരു ഭാവാർത്ഥം എടുത്താലും നമുക്ക് കാണാൻ സാധിക്കും അതിന്റെ തിരുനാമങ്ങളുടെ ജപവും പരിശുദ്ധ ഭക്തിയെ പറ്റിയാണ് അതിൽ പറയുന്നത്. അപ്പൊ നിരന്തരം നമ്മൾ ഈ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ
പ്രഭുപാദ് നാമജപത്തിനെ പറ്റി വീണ്ടും വീണ്ടും ഊന്നൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇനിയും ശ്രദ്ധയോടെ നാമം ജപിക്കണം എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അതാണ് പരിശുദ്ധ ഭക്തിയിലോട്ടുള്ള ഒരു വഴി. അപ്പൊ ഏതൊരു വ്യക്തിയാണോ തിരുനാമങ്ങളെ പൂർണ്ണമായിട്ട് അഭയം പ്രാപിക്കുന്നതും അതിന് അപരാധമില്ലാതെയും ശ്രദ്ധയോടെ നാമം ജപിക്കുന്നതും ആ വ്യക്തിക്ക് പരിശുദ്ധ ഭക്തി വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ ശാസ്ത്രങ്ങൾ പറയുന്നത്. അപ്പൊ അത് നമുക്ക് വളരെ എളുപ്പമാണ്. കാരണം ബാക്കിയുള്ള യുഗങ്ങളിലും പല പല യജ്ഞങ്ങളും വലിയ വലിയ യാഗങ്ങളും ഇല്ലേ, നമ്മൾ വലിയ വലിയ മെഡിറ്റേഷൻ ഒക്കെ ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ ഒരു ജന്മത്തിൽ നമുക്ക് നാമജപത്തിലൂടെ നമുക്ക് ലഭിക്കും അല്ലെ. അതുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതം പറയുന്നത് ഹൃദയധ്യായതോ വിഷ്ണു ത്രേതായാം യജതോ മകെ ദവരെ പരിചര്യായം അലോതത് ഹരികീർത്തനാഥ്. അപ്പൊ എന്താണ് പറയുന്നത് അല്ലെ, ഹൃദയധ്യായതോ വിഷ്ണു അല്ലെ. അപ്പൊ നമ്മൾ അറിയാം സത്യയുഗത്തിൽ ഹൃദയയുഗത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ധ്യായതോ വിഷ്ണു, നമ്മൾ ഇരുന്നുകൊണ്ട് ഭഗവാൻ മെഡിറ്റേഷൻ ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. അത് ആ മെഡിറ്റേഷൻ ചെയ്യുന്നതിന്റെ എഫക്ട് നമ്മളെന്താണ് ത്രേതായാം യജതോ മകെ, വലിയ വലിയ യാഗങ്ങൾ യജ്ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ത്രേതത്തിൽ നമ്മൾ അതേ കാര്യങ്ങൾ ചെയ്തു. പിന്നെന്താണ് ദ്വാപരെ പരിചര്യായം, വലിയ വലിയ അമ്പലങ്ങൾ കെട്ടി അതിനെ വർഷിപ്പ് ചെയ്യുകയും ചെയ്തു ദ്വാപരയുഗത്തിൽ. അതേ എഫക്ട് തന്നെ നമുക്ക് എന്താ കലോത് ഹരി കീർത്തന. അപ്പൊ ഭഗവാൻ ഹരിയുടെ നാമങ്ങൾ ജപിച്ചുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് ഈ കലിയുഗത്തിൽ അതേ നമുക്ക് എന്താണോ ആ ഒരു യുഗത്തിൽ കിട്ടിയ ആ പെർഫെക്ഷൻ, അതേ പെർഫെക്ഷൻ നമുക്ക് ഈ കലിയുഗത്തിൽ നേടാൻ സാധിക്കുന്നതാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബാക്കിയുള്ള യുഗത്തിൽ എത്ര ബുദ്ധിമുട്ടാണ് അല്ലെ നമ്മൾ യജ്ഞങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ തപസ്സരി അനുഷ്ഠിക്കുന്നതൊക്കെ. പക്ഷെ കലിയുഗത്തില് ഈവൻ നമുക്കറിയാം ഇതിന് കലോ കലോ കലൈർദോഷ നിതേരാജൻ ഹസ്തേകോ മഹാത്ഗുണ കീർത്തനാദേവ കൃഷ്ണസ്യ മുക്തസംഗം പരം വ്രജേത് അല്ലെ. സുഖദേവോസംഗം പറയുന്നുണ്ട് അല്ലെ. കലൈർദോഷ നിതേരാജൻ. അപ്പൊ കലിയുഗത്തിൽ ഒരുപാട് ദോഷങ്ങളാണ് അല്ലെ, ദോഷങ്ങളുടെ സാഗരമാണ് കലിയുഗത്തിൽ. നമുക്ക് എവിടെ നോക്കിയാലും കുറ്റങ്ങളും കുറവുകളെ കാണാൻ സാധിക്കും. കലൈർദോഷ നിതേരാജൻ ഹസ്തേകത് മഹാത്ഗുണ. പക്ഷെ എന്നാലും അവിടെ ഒരു വലിയൊരു ഗുണം ഉറങ്ങി കിടക്കുന്നു. എന്താണ്? കീർത്തനാദേവ കൃഷ്ണസ്യ, ഭഗവാൻ കൃഷ്ണന്റെ തിരുനാമം ജപിച്ചുകൊണ്ട് ഒരു വ്യക്തിക്ക് മുക്തസംഗ പരം വ്രജേത്, അദ്ദേഹത്തിന് എല്ലാത്തിൽ നിന്നും മുക്തി നേടാൻ സാധിക്കുന്നതാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അപ്പോൾ നമുക്ക് ശാസ്ത്രങ്ങൾ വളരെ വ്യക്തമായിട്ടും ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കുക തന്നെയാണ് ഈ കലിയുഗത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന കാര്യം പറയുന്നുണ്ട്. പല പല ശാസ്ത്രം അല്ലെ. കലികാലെ നാമരൂപേ കൃഷ്ണ അവതാർ അല്ലെ. കലികാലത്തിൽ നാമരൂപത്തിലാണ് ഭഗവാൻ കൃഷ്ണൻ അവതരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി അവർ പറയുന്നു അല്ലെ. അപ്പൊ അതുപോലെ തന്നെ അല്ലെ, ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ ഇത് ഷോഡശക നാമനം കലികൽമഷ നാശനം മത്തപരതരോ നാഭ ഉപായ സർവ്വവേദേഷു ദൃശ്യത അല്ലെ. അപ്പൊ ഈ ഹരേ കൃഷ്ണ മാത്രമാണ് ഒരേ ഒരു വഴി അല്ലെ. വേറെ വേറെ നമ്മൾ വേറെ വേദങ്ങളും സാരങ്ങളൊക്കെ എടുത്ത് നോക്കി ഉപനിഷത്ത് നോക്കിക്കഴിഞ്ഞാൽ വേറൊരു വഴിയില്ല. ഇതേ ഇതേ ഈ ഒരു ഹരേകൃഷ്ണമന്ത്രം ജപം മാത്രമാണ് ഒരേ ഒരു വഴി അല്ലെ. ഹരേർനാമ കേവലം കലോ നാസ്തീവ ഗതിരന്യത അല്ലെ. അപ്പൊ ഹരിനാമം മാത്രമാണ് ഒരേ ഒരു ആശയം. അത് 3 തവണയാണ്. ഹരേർനാമ ഏതൊരു കാര്യവും 3 തവണ സ്ട്രെസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കലോ നാസ്തീവ ഇതല്ലാതെ വേറൊരു വഴിയില്ല. അതാണ് പറയുന്നത്. അപ്പൊ നമ്മള് അതിൽ പറയുന്നത് ആചാര്യന്മാര് പറയുന്നു 3 തവണ വേറൊരു വഴിയില്ല എന്ന് പറയുന്നുണ്ട്. കർമ്മം കൊണ്ടോ ജ്ഞാനം കൊണ്ടോ അല്ലെങ്കിൽ ധ്യാനം കൊണ്ടോ ഒന്നും ഒരിക്കലും നമുക്ക് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കില്ല. ഭക്തി കൊണ്ട് മാത്രമാണ് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കാനുള്ള കാര്യമാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമ്മൾ ശാസ്ത്രങ്ങൾ വായിച്ചാൽ വളരെ വ്യക്തമായിട്ടും ഭഗവാന്റെ തിരുനാമങ്ങളെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ തിരുനാമങ്ങൾ, അപ്പൊ നമ്മൾ അത്രയും ഭാഗ്യവാന്മാരാണ്. അപ്പൊ നമ്മൾ എത്രത്തോളം എളിമത്വത്തോടെയും കൃതജ്ഞതയോടെയും ഈ തിരുനാമങ്ങളെയും ഭക്തന്മാരെയും ഭഗവാനെയും അപ്രോച്ച് ചെയ്യും, സേവനം ചെയ്യുക, അത്രത്തോളം നമുക്ക് പരിശുദ്ധ ഭക്തിയിലോട്ടുള്ള വഴി എളുപ്പമായിട്ട് മാറുന്നതാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അപ്പൊ ഇതാണ് ഈ ഒരു ശ്ലോകത്തിലൂടെ പറയാനുള്ളത്. വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ശ്ലോകമാണ്. അതിൽ പരിശുദ്ധ ഭക്തിയുടെ ആക്ച്വലി അതിനെ പ്രകീർത്തിക്കുകയാണ് ചെയ്യുന്നത്. കാരണം പരിശുദ്ധ ഭക്തി കൊണ്ട് ആക്ച്വലി ഭഗവാൻ തന്നെ ഭക്തന്റെ ദാസനായിട്ട് മാറുകയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഇതിൽ പറയുന്നത്. അപ്പൊ അത്രത്തോളം ഉയർന്നതാണ് പരിശുദ്ധ ഭക്തി എന്ന് പറയുന്നതാണ് ഇവിടെ ശീലപ്രഭുപാദ് ഈ ഭാവാർത്ഥത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി അടുത്ത ശ്ലോകങ്ങളിൽ 1-2 ശ്ലോകങ്ങളോട് കഴിയുമ്പോൾ ആ സന്യാസി വര്യന്മാരും മായാവതി സന്യാസി വര്യന്മാരുടെ മനസ്സ് മാറുകയും അവര് പൂർണ്ണമായിട്ട് ചൈതന്യമാപ്പിനെ ശരണം പ്രാപിക്കുകയും ചെയ്യുന്നു. അതാണ് ബാക്കിയുള്ള 2 ശ്ലോകങ്ങൾ കാണാൻ സാധിക്കും. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. നമുക്കൊരു 1 മിനിറ്റ് സമയം കൂടി ഉണ്ട്. അപ്പൊ എല്ലാവരും ഈ ഗീതാ ജയന്തി മാസം ഉത്സാഹത്തോടെ ഈ ഭഗവാന്റെ ശീലപ്രഭുവിന്റെ ഗ്രന്ഥങ്ങൾ വിതരണം ചെയ്യാൻ ശ്രമിക്കുക. ഭഗവത്ഗീത ഇത്യാദി ഗ്രന്ഥങ്ങളൊക്കെ. അതിലൂടെ നമുക്ക് റിയലി നമുക്ക് ചൈതന്യ മഹാപ്രഭുവിന്റെ സങ്കീർത്തന പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ അതിലെന്താണ്, അപ്പൊ സങ്കീർത്തന പ്രസ്ഥാനം ഉദ്ദേശം എന്താണ്? ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുകയും ഈ ഗ്രന്ഥങ്ങൾ നമ്മൾ വിതരണം ചെയ്യാനുള്ള കാര്യമാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഭക്തന്മാരുടെയും ഭഗവാന്റെയും എല്ലാവരുടെയും ആചാര്യന്മാരുടെ അനുഗ്രഹം കിട്ടാനുള്ള ഒരു അവസരം നമുക്ക് വന്നിരിക്കുകയാണ് ഈ ഒരു മാസം. അപ്പൊ എല്ലാവരും ഉത്സാഹത്തോടെ ഈ ഗ്രന്ഥങ്ങൾ വിതരണം ചെയ്യുക. അതിലൂടെ കൂടുതൽ ആൾക്കാർ ഭക്തിയിലോട്ട് വരും. എത്രത്തോളം കൂടുതൽ ആൾക്കാർ ഭക്തി ചെയ്യാൻ വരുന്നു അത്രത്തോളം ഭഗവാന് സന്തോഷം വരും. അങ്ങനെ ഭഗവാന് സന്തോഷം വരും, എല്ലാവർക്കും സന്തോഷം ഉണ്ടാവും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ വേറെ ആർക്കും സംശയങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു.
അങ്ങനെയാണെങ്കിൽ ക്ലാസ് നമുക്ക് എൻഡ് ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭുജി, വളരെ നന്ദി പ്രഭുജി. ഹരേ കൃഷ്ണ. ധന്യവാദം. എല്ലാ ആഴ്ചയും റെഗുലർ ആയിട്ട് പ്രഭു ക്ലാസ് എടുക്കാൻ മുന്നോട്ട് വരുന്നത് കൊണ്ട് ചൈതന്യ ചരിതാമൃതം എന്നുള്ളൊരു എപ്പിസോഡ് നമുക്ക് നന്നായി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ പ്രഭുവിനെ പ്രഭു പോലത്തെ നല്ല ഉയർന്ന ഭക്തന്മാരുടെ അനുഗ്രഹം കൊണ്ടാണ് ബ്രോ. നമ്മൾ ഒരിക്കലും യോഗ്യനല്ല, പക്ഷെ എന്നാലും പ്രഭു നമ്മളത്തെ ഒരു ഇൻസ്ട്രക്ഷൻ തന്നുകൊണ്ട് പാലിക്കാൻ ശ്രമിക്കുകയാണ് ബ്രോ. ഹരേ കൃഷ്ണ. അയ്യോ, അങ്ങനെയൊന്നുമല്ല പ്രഭു. പ്രഭുവിന്റെ ആത്മാർത്ഥമായ ചൈതന്യ ചരിതാമൃതം പഠനം അത് വളരെ വിരളം ആൾക്കാർ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതില് ഒരാളാണ് പ്രഭു എന്നുള്ളതിന് ഞാൻ പൂർണ്ണമായും പ്രഭുവിനെ ഞാൻ ബഹുമാനിക്കുന്നു പ്രഭു. ഇത് ഭക്തന്മാരുടെ വളരെ കാരുണ്യം അവരുടെ ഒക്കെ അസോസിയേഷൻ കൊണ്ടാണ് ബ്രോ അതങ്ങനെ വായിച്ചു എന്ന് പറയും. പക്ഷെ വായിച്ച് തീർത്തു എന്നേ പറയാൻ പറ്റില്ല ബ്രോ. അതിൽ എന്താണെന്നുള്ള കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ എന്നാലും അറ്റ്ലീസ്റ്റ് ഒരു ആഗ്രഹമായിരുന്നു പ്രഭുപാദന എല്ലാ ഗ്രന്ഥങ്ങളും ഒന്ന് വായിക്കണമെന്ന്. അത് ഭക്തന്മാരുടെയും ഗുരുവിന്റെ എല്ലാ പ്രഭുവിനെ പോലത്തെ വൈഷ്ണവരുടെ കാരുണ്യം കൊണ്ടാണ് അത് ചെയ്യാൻ സാധിച്ചത് ബ്രോ. താങ്ക് യു ബ്രോ. എന്തായാലും പ്രഭു അത് എന്താണോ പ്രഭു വായിച്ചത് അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടി പ്രഭുവിന്റെ വിലപ്പെട്ട ബിസി ഷെഡ്യൂളിലും സമയം കണ്ടെത്തി എല്ലാ ആഴ്ചയും മുന്നോട്ട് വരുന്നതിൽ നമ്മുടെ എല്ലാ ഭക്തന്മാരും വളരെ നന്ദിയുള്ളവരാണ് പ്രഭു. അതുപോലെ തന്നെ ഇത് നമ്മൾ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഭഗവാന്റെ കൃപയാൽ ചൈതന്യ ചരിതാമൃതം മലയാളത്തിലും ഫ്യൂച്ചർ ജനറേഷന് നമുക്ക് അവൈലബിൾ ആക്കാൻ പ്രഭുവിന്റെ ഈ വലിയൊരു സർവീസിന് തീർച്ചയായിട്ടും കഴിയുന്നതാണ് പ്രഭു. വളരെ നന്ദിയുണ്ട് പ്രഭുവിന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ ഇതിൽ ചെറിയൊരു ഉപകരണമായി പ്രഭു. അതിന് ഞാൻ പ്രഭുവിനാണ് നന്ദി രേഖപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ ഞാൻ ഈ സമയം ചുമ്മാ പാഴാക്കിയേനെ. പക്ഷെ എന്നാലും എന്നെ ഈ സേവനത്തിൽ എൻഗേജ് ചെയ്തതിന് പ്രഭുവിന് ഒരുപാട് നന്ദി പ്രഭു. ഈവൻ ഞാൻ ക്വാളിഫൈഡ് അല്ലെങ്കിൽ കൂടി അത് പ്രഭുവിന്റെ ഒരു കാരുണ്യാണ്. കൃഷ്ണകൃപയാൽ പ്രഭു, വളരെ നന്ദി. നമുക്ക് താങ്ക് യു പ്രഭു. പ്രഭുപാദിനെ നന്ദി പറയാം. താങ്ക് യു പ്രഭു. നന്ദി പ്രഭു, വളരെ നന്ദി. താങ്ക് യു. ദണ്ഡോത്രം. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ശ്രീ ചൈതന്യ ചരിതാമൃതം കി ജയ്. ശീല പ്രഭുപാദ് കി ജയ്. സമവേത ഗോവിന്ദ കി ജയ്. ഹരേ കൃഷ്ണ. താങ്ക് യു. താങ്ക് യു പ്രഭു. ദണ്ഡോത്രം. ഒരു മിനിറ്റ് പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. പ്രണാമം. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.